ഫേക്ക് ഫ്രണ്ട്സ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ വീഡിയോ എപ്പോൾ വരും എന്ന് ചോദിച്ചവർക്കായിട്ട് നാളെ വരും. നടികർ തിലകം ടീസർ കണ്ടു. ഒരു തല്ലുമാല 2.0യുടെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. കളർഫുള്ളാണ്. ലാൽ ജൂനിയറിൻ്റെ എല്ലാ സിനിമകളും പോലെ, ജീൻ പോൾ ലാലിൻ്റെ എല്ലാ സിനിമകളും പോലെ നല്ല കളർഫുള്ളായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി പുള്ളിക്കാരൻ്റെ ഡയറക്ടോറിയലിൽ വന്നേക്കണ എല്ലാ സിനിമകളും പേഴ്സണലി ഇഷ്ടമാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹൈ ആൻഡ് ടോണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു. കാരണം അത് ഞാനായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര അതിൻ്റെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഹണിബി ഓബ്വിയസ്ലി രസമായി. ബേസിക്കലി എനിക്ക് ബാസിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ആംബ്രോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ സിനിമ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഭാവനേനെ ഓൾറെഡി ഇഷ്ടമാണ്. എനിവേസ് എന്തായാലും ഇതിൻ്റെ ടീസർ കണ്ടു. ഇപ്പോൾ പടം മൊത്തം 5 ഭാഷയിൽ ഇറങ്ങുന്നുണ്ട്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി. അതുകൊള്ളാമല്ലോ, പാൻ ഇന്ത്യ പരിപാടിയാണല്ലോ. അപ്പോൾ സംഭവം നല്ലതാണെങ്കിൽ കലക്കും, അല്ലെങ്കിൽ കലങ്ങും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. കണ്ടിട്ട് എനിക്ക് നല്ലൊരു എൻ്റർടൈനർ ആവാനുള്ള ചാൻസ് ആണ് ഫീൽ ചെയ്തത്. സൗബിനുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ ഭാവനയാണ് ഈ സിനിമയിലെ നടി എന്നുള്ള കാര്യം എനിക്ക് അറിയാനേ പാടില്ലായിരുന്നു. അത് കലക്കും. കുറേ നാളായി ഇപ്പോൾ ഭാവനേനെ അങ്ങനെ സിനിമയിൽ കണ്ടിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഡം ജുവാങ് എൻ്റെ ഭാവന ഏത് സിനിമ അഭിനയിച്ചത്, ഏതൊരു ഈ അടുത്തൊരു ചെറിയ ഒരു റോള് ഒരു സിനിമയിൽ അഭിനയിച്ചതല്ലാണ്ട് എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ കിട്ടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് വേറൊരു സിനിമ ഓർമ്മ വരുന്നില്ല. എന്തായാലും ആൽബിയാണ് ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി. ഇതിനു മുന്നേ ലാൽ ജൂനിയർ ചെയ്ത സിനിമയിൽ ഹൈ ആൻഡ് ടോണിയിലും ആൽബി ആയിരുന്നു DOP. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമാറ്റോഗ്രാഫറാണ്. ആ മന്ദാരക്കാറ്റ് എന്ന് പറഞ്ഞ പാട്ട്, ആ പോർഷൻ നമ്മുടെ മിന്നൽ മുരളിയിലുള്ള വില്ലൻ ആയുള്ള മച്ചാനും നമ്മുടെ അനികയൊക്കെ കൂടി ചെയ്തേക്കണ ഒരു പോർഷൻ ഉണ്ട്. 5 സുന്ദരികളുള്ള സത്യഭാമ എന്നായിരുന്നു ആ പോർഷൻ്റെ പേര്. അങ്ങനെ അല്ല, അങ്ങനെയാണോ? ഡയറക്റ്റഡ് ബൈ ഷൈജു ഖാലിദായിരുന്നു. അത് കിടിലൻ ആ ഫോട്ടോഗ്രാഫർ സംഭവം, കിടിലൻ വിഷ്വൽസ് ആയിരുന്നു ആ സിനിമയുടെ. ആ ഒരു പർട്ടിക്കുലർ 5 പടത്തിൽ ഒരെണ്ണത്തിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ആൽബി ഒരുപാട് വേറെ വർക്കും ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു DOP ആണ്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ നിതിൻ മാളികയിൽ. മ്യൂസിക് ബൈ യക്സാൻ ഗാരി പെരേര നേഹ എന്നായിരുന്നു. നമ്മുടെ അമൽ നീരദിൻ്റെ കൂടെയാണ് കൂടുതൽ അവരെ അസോസിയേറ്റ് ചെയ്യാറുള്ളത്. നമ്മുടെ യോബിൻ്റെ പുസ്തകമൊക്കെ മ്യൂസിക് അവരെ ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൗണ്ട് ഡിസൈൻ ബൈ അരുൺ വർമ്മ, സൗണ്ട് മിക്സ് ഡാൻ ജോസ്. എൻ്റെ ഫ്രണ്ട്, എൻ്റെ കസിൻ, ആക്ച്വലി അനിബയുടെ കസിനാണ്. അനിബയുടെ കസിൻ എന്താണ് കുഞ്ഞൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഏക്ത. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഏക്ത. കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഈവൻ തല്ലുമാലയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു പുള്ളിക്കാരി. മെയിൻ കോസ്റ്റ്യൂം ഡിസൈനർ നമ്മുടെ മറ്റേ മച്ചാനായിരുന്നു, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളായിരുന്നല്ല, അയ്യോ പെട്ടെന്ന് കിട്ടണം. എന്തായാലും മഷർ ഹംസ ആയിരുന്നു ഉണ്ട് അതിനകത്ത്. എന്തായാലും VFX ഡിസൈൻ ബൈ മെരിയാക്കി VFX, കൊറിയോഗ്രാഫി ഭൂപതി. ടീസർ കട്ട് ബൈ വിവേക് ഹർഷൻ. ഈ മച്ചാൻ എല്ലാ പടവും എഡിറ്റ് ചെയ്യൂ. ടീസർ കട്ടും ട്രെയിലറും സിനിമ എഡിറ്റിംഗ് വിവേക് ഹർഷൻ. കഴിഞ്ഞ ഇടയ്ക്ക് വന്ന എല്ലാ സിനിമയുടെയും എഡിറ്റിംഗ് ചെയ്തേക്കണത് വിവേക് ഹർഷനായിരുന്നു കേട്ടോ. അടിപൊളി, അത് കൊള്ളാം. എന്തായാലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നല്ല കലക്കൻ ടീസറാണ്. ഒരുപാട് ലുക്കിൽ ടോവിനോനെ കാണാൻ പറ്റി. ഇതിനകത്തൊരു നടനായിട്ട് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഒരു തെറിപ്പ് പടമെന്ന് മനസ്സിലായി. ശരിക്കും ഒരു തല്ലുമാല വൈബ് ഇതിലടിച്ച്. കാരണം ആ ഒരു കളർ ടോണും കളറിങ്ങും ഒരുപാട് കോസ്റ്റ്യൂംസും ഒരുപാട് ലുക്കും. തല്ലുമാല അങ്ങനെയായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു തല്ലുമാല വൈബാണ് ഇതിനകത്ത് അടിച്ചത്. പിന്നെ ടോവി തന്നെ അഭിനയിക്കുന്നതുകൊണ്ട് അത് ഒന്നുകൂടി ഇരട്ടി ഫീലായി. എന്തായാലും കൊള്ളാം സംഭവം. ടീസർ 1 മിനിറ്റും 26 സെക്കൻഡുമാണ്. സംഭവം കൊള്ളാം. ഇതുവരെ കണ്ടിടത്തോളം ഇഷ്ടപ്പെട്ടു. ട്രെയിലർ വരട്ടെ, ടീസർ വെച്ചൊന്നും വിലയിരുത്താനായിട്ടില്ല. ഞാനത് കാണണ്ടെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അറിയാതെ പെട്ടെന്ന് ഒരു ആകാംക്ഷാരണം എടുത്ത് അങ്ങനെ കണ്ടു പോട്ടെ. പിന്നെ ഇതൊരു സസ്പെൻസ് ടൈപ്പ് പടം ആവില്ല എന്ന് പ്രതീക്ഷിക്കണ്. എന്തായാലും കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു വലിയ പിടുത്തമൊന്നും കിട്ടിയിട്ടില്ല. ഒരു സിനിമയുടെ എന്തോ റിബല്യസ് ആയിട്ട് എന്തോ സംഭവം ചെയ്യണമായിട്ട് ഒരു സംഭവമാണ് തോന്നിയുള്ളൂ. എന്തായാലും നോക്കാം. നടികർ തിലകം എന്നായിരുന്നു ശരിക്കും സിനിമയുടെ പേര്. പിന്നീട് അതെന്തോ എന്തൊക്കെയോ ഇഷ്യൂസ് ആയിട്ട്, പിന്നെ തമിഴ്നാട് എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഫാൻസ് അസോസിയേഷനൊക്കെ ആയിട്ട് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായി. നമ്മുടെ നടികർ തിലകം ഫാൻസ് എല്ലാവരും കൂടി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി. അവസാനം നടികർന്നാക്കി. എന്തായാലും നടികർന്നാണ് ഇപ്പോൾ പേര്. ഷൈൻ ഓൺ യു ക്രേസി ഡയമണ്ട് എന്നൊക്കെ പറയുന്ന എഴുതി വെച്ചിട്ടുണ്ട് സൈഡിൽ.
വേറെന്തോ എനിക്ക് തോന്നുന്നത് ഡേവിഡ് പടിക്കലിന്റെ സിഗ്നേച്ചർ ആണെന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് ടോവിയുടെ ക്യാരക്ടറിന്റെ പേരാണ് ഡേവിഡ് പടിക്കൽ. പടം വരട്ടെ. അതേ ട്രെയിലർ വരട്ടെ. ട്രെയിലറിന്റെ അഭിപ്രായം നമ്മൾ എന്തായാലും ഇടാം. ടീസർ കൊള്ളാം. ടീസർ ലിവ്ഡ് അപ് ടു ഇറ്റ്സ് ഹൈപ്പ്. പോസ്റ്റർ തന്നെ കലക്കനായിരുന്നു. ഒരു കളർഫുൾ വൈബ് പോസ്റ്റർ ആയിരുന്നു. ടീസറും കളർഫുൾ ആണ്. നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട്.